അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പമ്പിംഗ് ലെമ ഫോർ റെഗുലർ ലാംഗ്വേജസ്. ഓൾറെഡി നമ്മൾ പമ്പിംഗ് ലെമ എന്താണെന്നുള്ളത് നോക്കിയതാണ്. പമ്പിംഗ് ലെമ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് 2 words, പമ്പിംഗ് ആൻഡ് ലെമ. പമ്പിംഗ് എന്ന് വെച്ചാൽ ജനറേറ്റ് മെനി ഇൻപുട്ട് സ്ട്രിങ്സ് ബൈ പുഷിംഗ് സിമ്പിൾസ് ഇൻ എ സ്ട്രിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. രണ്ടാമത്തത് ലെമ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഇൻ്റർമീഡിയറ്റ് തിയറം ഇൻ എ പ്രൂഫ്. ഇനി ഇതിൻ്റെ അകത്തെ മെയിൻ തിയറമാണ് പറയാൻ പോകുന്നത്. സോ ഇഫ് എം ഇസ് ഈക്വൽ ടു ക്യൂ സിഗ്മ ഡെൽറ്റ Q0F, അതായത് റെഗുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ DFA അക്സെപ്റ്റ് ചെയ്യുന്ന മെഷീൻ. സോ DFA എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? സോ ഇഫ് എം ഇസ് ഈക്വൽ ടു ക്യൂ സിഗ്മ ഡെൽറ്റ Q0F ഇസ് എ ഫൈനൈറ്റ് ഓട്ടോമാറ്റ വിത്ത് n സ്റ്റേറ്റ്സ്, ദെൻ സപ്പോസ് L എന്ന് പറയുന്നത് റെഗുലർ സെറ്റാണ്. L ഇസ് എ റെഗുലർ സെറ്റ് അക്സെപ്റ്റഡ് ബൈ ഓട്ടോമാറ്റ M ആൻഡ് ലെറ്റ് Z എലമെൻറ്റ് ഓഫ് L ആൻഡ് മോഡിസം Z ഇസ് ഈക്വൽ ടു M. അതായത് ഇതിനകത്ത് പറയുന്നത് ഒരു DFA ഡിഫൈൻ ചെയ്യുന്നു, ക്യൂ സിഗ്മ ഡെൽറ്റ Q0F. L എന്ന് പറയുന്നത് റെഗുലർ സെറ്റിൻ്റെ നമ്മുടെ ഓട്ടോമാറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് L ആണെന്നുണ്ടെങ്കിൽ Z എന്ന് പറയുന്നത് സ്മോൾ Z എന്ന് പറയുന്നത് ആ ലാംഗ്വേജ് ആണ്, അതായത് ലാംഗ്വേജിൻ്റെ ഒരു എലമെൻ്റ് ആണ്. ആണെങ്കിൽ ആ ലെങ്ത്ത്, ആ Z-ൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് M ആണ്. ആൻഡ് അടുത്തത് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുകയാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് M ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N. അതായത് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. N എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം then there exists UVW such that Z is equal to UVW with mod V not equal to 0 and v raised to y w element of L for each positive integer values of I. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് മെയിൻലി ഈ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്നത് DFA ക്യൂ സിഗ്മ ഡെൽറ്റ Q0F Z എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അത് ആ ലാംഗ്വേജിൻ്റെ അകത്തെ ഇതിലൊരു ലാംഗ്വേജ് നമ്മൾ Z ആയിട്ട് ചൂസ് ചെയ്തു, അതിൻ്റെ ലെങ്ത് M ആയിട്ട് കൺസിഡർ ചെയ്തു, ആൻഡ് അതിൻ്റെ M എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കും. ആണെങ്കിൽ ആ ചൂസ് ചെയ്ത സ്ട്രിങ് Z എന്ന് പറയുന്നത് നമ്മളതിനെ 3ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. Z ഇസ് ഈക്വൽ ടു UVW. അതേക്കൂട്ട് തന്നെ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും മിഡിൽ ലെങ്ത് Vയുടെ വാല്യൂ ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0. ആൻഡ് ബൈ പമ്പിംഗ് ലെമ ഐ ക്യാൻ സേ ദാറ്റ് UV raised to y W എലമെൻറ്റ് ഓഫ് L, ആ ഐക്ക് നമ്മളൊരു പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് അടുത്തത് പറയാൻ പോകുന്നത്. സോ പ്രൂഫിൻ്റെ അകത്ത് എന്താണ്, പമ്പിംഗ് ലെമ കൺസിഡേഴ്സ് ദാറ്റ് എ സ്ട്രിങ് Z എലമെൻറ്റ് ഓഫ് L ഹാസ് ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M ആൻഡ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഫൈനൈറ്റ് ഓട്ടോമാറ്റ റെപ്രസെൻറ്റിംഗ് Z ആർ N സച്ച് ദാറ്റ് M ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N. അതായത് നമ്മുടെ തന്നിരിക്കുന്ന ആ തിയറം തന്നെയാണ്, അതിൻ്റെ കണ്ടീഷൻസാണ് സ്പെസിഫൈ ചെയ്യുന്നത്. പമ്പിംഗ് ലെമയ്ക്കകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താ പറയുന്നത്, Z എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ചൂസ് ചെയ്യുന്നത്. ആ സ്ട്രിങ് ആ ലാംഗ്വേജിൻ്റെ അകത്തുള്ളതായിരിക്കും. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ M ആയിരിക്കും. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് N ആയിരിക്കും. ആൻഡ് M എപ്പോഴും N-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. സോ ഇഫ് ദർ ഇസ് നോ ക്ലോഷർ ഓൺ എനി സ്റ്റേറ്റ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇസ് 1 ലെസ് ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ ക്ലോഷർ അലോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും 1 വിൽ ബി ദ ലെസ് ദാൻ സ്റ്റേറ്റ്. ഇനി നമ്മളടുത്തത് കൺസിഡർ ചെയ്യാൻ പോവാണ് സ്ട്രിങ് Z ഇസ് ഈക്വൽ ടു അസ്യൂം ചെയ്യാൻ പോകുന്ന സ്ട്രിങ് Z ഇസ് ഈക്വൽ ടു A1 A2 A3 എക്സെട്ര AM വിത്ത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ M ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M. ഇനി അടുത്തത് ഞാൻ ട്രാൻസിഷൻ എഴുതാൻ പോകും. സോ ഡെൽറ്റ ഓഫ് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് എടുത്തു, കാരണം ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താ Q0. സോ Q0 കോമ Z-ൻ്റെ സ്ട്രിങ് ആ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്തു, A1 A2 A3 എക്സെട്ര AM. സോ അതിൻ്റെ ട്രാൻസിഷനാണ്, സേ അത് QI എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോയി. ഫോർ I ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര M. ആൻഡ് ഇതിനകത്ത് സ്റ്റേറ്റ്സ് ഞാൻ അസ്യൂം ചെയ്യാണ് Q0 Q1 Q2 എക്സെട്ര QM-1 N-1 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഇനി Q എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് വിത്ത് പാത്ത് വാല്യൂസ് Z ഇസ് ഈക്വൽ ടു A1 A2 A3 എക്സെട്ര M. അതായത് Q നമ്മൾ ഒരു ഇൻപുട്ട് സ്ട്രിങ് കൊടുത്താൽ എന്താണ്, ഓരോ സ്റ്റേറ്റും കൊടുക്കുമ്പോഴത്തേക്കിനും ആ സ്ട്രിങ്
ബൈ 1 ലെങ്ത്, അതായത് അത് അഡ്വാൻസ് ചെയ്തിട്ട് അത് ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്നുണ്ടോ ഇല്ലയോ നോക്കും. സോ ദെയർഫോർ അറ്റ്ലീസ്റ്റ് 2 സ്റ്റേറ്റ്സ് ഇൻ Q1 മസ്റ്റ് ബി കൺസിഡേർഡ്. സോ ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഒരു പെയർ ഓഫ് സ്റ്റേറ്റ്സ് എടുക്കുകയാണ്. ആ പെയർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് QJയും QKയും. സോ ആദ്യമേ അസ്യൂം ചെയ്യുകയാണ് QJ = QK ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, J ആൻഡ് K കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് എപ്പോഴും ജെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, ആൻഡ് J ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ആയിരിക്കണം, ആൻഡ് K മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു N ആയിരിക്കണം. സോ Z അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രിങ് ഞാൻ ചൂസ് ചെയ്തു. ഇറ്റ് ഇസ് മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ് UVW. സോ U = അപ്പോൾ U 3 ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കുക. അപ്പോൾ A1 A2 A3 എക്സെട്ര AM വരെയല്ലേ. അപ്പോൾ യുവിനെ A1 A2 A3 എക്സെട്ര AJ, അതായത് ആദ്യത്തെ K 2 സ്റ്റേറ്റ് Jയും Kയും, അപ്പോൾ അതേക്കൂട്ട് ആ വാല്യൂസ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. സോ A1 A2 A3 എക്സെട്ര AJ എന്ന് പറയുന്നത് U, V എന്ന് പറയുന്നത് AJ+1 മുതൽ AK വരെ, ആൻഡ് AK+1 മുതൽ AM വരെയാണ് W എന്ന് പറയുന്നത്. ആൻഡ് K ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു N, ആൻഡ് മോഡ് UV ലെസ് ദാൻ ഓർ ഈക്വൽ ടു N. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് കംപ്ലീറ്റ് സ്ട്രിങ് ആണ് A1 A2 A3 എക്സെട്ര AM. അപ്പോൾ എന്താ, Q0യിൽ നിന്ന് U ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ എത്തും, QJ = QK എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ അക്സെപ്റ്റ് ദ സ്ട്രിങ് A1 A2 A3 എക്സെട്ര AJ വരെ അക്സെപ്റ്റ് ചെയ്യും. ദെൻ അടുത്തത് എന്താ, V. അവിടെ ഒരു സെൽഫ് ലൂപ്പാണ്. AJ+1 മുതൽ AK വരെയാണ് QJ = K, അതായത് AJയും AKയും വരുന്നത്. അവിടെ QJ = QK സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യുക. ആൻഡ് W എന്ന് പറയുന്നത് QK+1 to AM വരെയാണ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ്. സോ ഇത് ഡിഫൈൻ ചെയ്യാണ് ഇൻഫൈനൈറ്റ് ഓട്ടോമാറ്റ M. Q0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ദെൻ വെൻ ദ സ്ട്രിങ് U is applied, it reaches to state QJ. On applying a string, it remains in state QJ itself. Therefore, after application of input V in state QJ, അതായത് നമ്മൾ എന്താ, V പിന്നെയും QJയിൽ വീണ്ടും കൊടുക്കുക. സോ അതാണ് therefore after application of input V in state QJ, again and again the automata remains in state QJ. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ W അപ്ലൈ ചെയ്യുക. സോ then we apply input string W on QJ. The automata reaches to state Qn- സ്റ്റേറ്റിലെത്തും, വിച്ച് ഇസ് എ ഫൈനൽ സ്റ്റേറ്റ്. സോ എനിക്കെന്താ, അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്, ലൂപ്പിംഗ് ചെയ്യുക. V⁻I, അതായത് അത് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചെയ്യുക. VI ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. സോ hence I can say that UV⁻I element of L, and as every state in Q1 is obtained by applying an input symbol. ഇനി അടുത്തത് എന്താ, നമുക്ക് പ്രൂവ് ചെയ്യണം. മെയിൻലി പ്രൂവിങ് ലാംഗ്വേജസ് നോട്ട് ടു ബി റെഗുലർ ലാംഗ്വേജസ്. അപ്പോൾ പമ്പിംഗ് ലെമ്മ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സർട്ടൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതിൽ ലാംഗ്വേജ് എന്നാൽ അത് റെഗുലർ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത്. സോ ഒരു DFA ആവട്ടെ, NDFA ആവട്ടെ, NFA വിത്ത് എപ്സിലോൺ ട്രാൻസ്ലേഷൻ ആവട്ടെ, ഇറ്റ് ഈസ് exactly accept a language and then the language is regular. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, if a regular expression can be constructed to exactly generate the strings in a language, then the language is a regular language. So if a regular grammar can be constructed to exactly generate the same strings in a language, then the language is a regular language. ഇനി ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ റെഗുലർ ലാംഗ്വേജ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് Z എടുക്കുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് Z എടുക്കുക, എലമെൻറ്റ് ഓഫ് L, അതിൻ്റെ length should be greater than or equal to N implies there exists UVW. Z is equal to UVW ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. മോഡ് UV should be less than or equal to N, and mode V should be greater than or equal to 1, and for I greater than or equal to 0, UV⁻I W element of L. So mainly two common ways use the pumping lemma to prove the language is not regular. ഒന്നെന്ന് പറയുന്നത് to show there is no possible N for
n for this usually accomplished we are showing by using a contradiction. അതായത് നമ്മളെന്താ ആ പർട്ടിക്കുലർ n എന്ന് പറയുന്നൊരു വാല്യൂ ഇല്ല. സോ രണ്ടാമത്തത് നോ വേ ടു പാർട്ടീഷൻ ഇസഡ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇസഡ് എനിക്ക് പാർട്ടീഷൻ UVW ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റാത്ത കേസാണ്. സോ ടിപ്പിക്കലി ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 2 ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി പമ്പിംഗ് ലെമയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഗ്വേജിൽ റെഗുലറായിട്ട് ചൂസ് ചെയ്യുന്നു, അതേ കൂട്ടന്നെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇസഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ചൂസ് ചെയ്യുക. അതിൻ്റെ ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം. പമ്പിംഗ് ലെമ അപ്ലൈ ചെയ്യുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇസഡ് ഇസ് ഈക്വൽ ടു UVW. കണ്ടീഷൻ മോഡ് UV എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആൻഡ് മോഡ് V ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, അല്ലെങ്കിൽ പറയാം മോഡ് V നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്താ മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ അകത്ത് ഒരു സ്യൂട്ടബിൾ ഇൻറ്റിജർ വാല്യൂ ചൂസ് ചെയ്യണം സച്ച് ദാറ്റ് UV⁻⁻W നോട്ട് എലമെൻറ്റ് ഓഫ് L ആണ് എനിക്ക് പ്രൂവ് ചെയ്യണം. സോ ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെന്ന് പറയുന്നത് ഒരു സെലക്ട് എ സ്ട്രിങ് ഇസഡ് എന്ന് പറയുന്ന ലാംഗ്വേജിലെ ഒരു സ്ട്രിങ് എനിക്ക് ചൂസ് ചെയ്യണം. ഇനി ആ സ്ട്രിങ്ങിനെ 3ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. നാലാമത്തത് കോൺട്രഡിക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇത് പമ്പിംഗ് ലെമ ഫോർ റെഗുലർ ലാംഗ്വേജ്. ഇനി അടുത്തതാണ് പമ്പിംഗ് ലെമ ഫോർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഇതേക്കൂട്ട് തന്നെ ആണ് പമ്പിംഗ് ലെമ ഫോർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നേരത്തെ പഠിച്ചത് റെഗുലർ ലാംഗ്വേജ്, അതായത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് വരുമ്പോഴത്തേക്കിന് മെയിൻലി അതൊരു പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് തിയറം എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ G in CNF, T is a derivation tree in G, then the yield of T is of length less than or equal to 2 raised to k minus 1 if the length of the longest path in T is less than or equal to k. അതായത് നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് ഇൻ ചോംസ്കി നോർമൽ ഫോം. അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ ട്രീ ആണ് ആ ഗ്രാമറിൻ്റെ. അതിൻ്റെ ഈൽഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ അല്ലെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 2 raised to k minus 1 ആയിരിക്കും അതിൻ്റെ ലോങ്ങസ്റ്റ് സബ് ട്രീ, അതായത് ലോങ്ങസ്റ്റ് ഈൽഡിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. സോ ഇഫ് ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ T ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. ഇനി ഇതിൻ്റെ അകത്തെ കണ്ടീഷൻ പറയുക. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഇതിനകത്ത് ഇൻഡക്ഷനാണ് ചൂസ് ചെയ്യുന്നത്. സോ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് പാത്ത് ഫോർ ഓൾ സബ് ട്രീസ് ആദ്യമേ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യാണ്. അതായത് സബ് ട്രീ അതിൻ്റെ സബ് ട്രീ ഓഫ് ലെങ്ത്ത് 1 ആയിട്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, ലെങ്ത്ത് 1. സോ വെൻ ദ ലോങ്ങസ്റ്റ് പാത്തിൻ്റെ സബ് ട്രീ ഈസ് ഓഫ് ലെങ്ത്ത് 1. അപ്പോൾ ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത്ത് സബ് ട്രീ ഒരു എടുത്തു, ആ സബ് ട്രീയുടെ ലോങ്ങസ്റ്റ് പാത്ത് 1 ആണ്. ദെൻ എനിക്കെന്ത് പറയാം, ലോങ്ങസ്റ്റ് പാത്ത് 1 ആണെങ്കിൽ റൂട്ടിന് ഒരേ ഒരു ചൈൽഡേ ഉള്ളൂ. ആ ചൈൽഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ടെർമിനലാണ് തരുന്നത്. സോ ഈൽഡ് ഇസ് ഓഫ് ലെങ്ത്ത് 1. അതായത് ഒരു സബ് ട്രീ ചൂസ് ചെയ്തു, അതിൻ്റെ ലെങ്ത്ത് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു റൂട്ട് ഡയറക്റ്റ്ലി ഒരു ടെർമിനൽ തരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് 1 ആയിരിക്കും. രണ്ടാമത്തെ ഞാൻ ചൂസ് ചെയ്യാണ് k ഗ്രേറ്റർ ദാൻ 1. സോ ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് k ഗ്രേറ്റർ ദാൻ എന്നാൽ എന്താ, അതിൻ്റെ ലെങ്ത്ത്, അതായത് സബ് ട്രീയുടെ ലെങ്ത്ത് 2 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് പറയാം, ഇറ്റ് ഹാസ് എക്സാക്ട്ലി 2 ചിൽഡ്രൻ. അതായത് റൂട്ടിൽ നിന്ന് ഒരു ചൈൽഡ്, അവിടെ നിന്ന് വേറൊരു ചൈൽഡ്, 2 ചിൽഡ്രൻ ഉണ്ടെന്ന് പറയാം, ലെങ്ത്ത് 2 ആണെന്നുണ്ടെങ്കിൽ. സോ ദർ വിൽ ബി എക്സാക്ട്ലി 2 ചിൽഡ്രൻ ഓഫ് ദ റൂട്ട് ഹൂസ് ലേബൽ ഇസ് എ വേരിയബിൾ. ദെൻ these 2 variables has exactly one child whose label is a ടെർമിനൽ. അതായത് ആ സബ് ട്രീ ചൂസ് ചെയ്താൽ എന്താ, അതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് നമുക്ക് ടെർമിനലായിരിക്കും. ഒരു ചൈൽഡേ ഉള്ളൂ, ആ ചൈൽഡ് ടെർമിനലായിരിക്കും തരുന്നത്. ലെങ്ത്ത് 2 പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു എക്സാമ്പിളാണ് ലെങ്ത്ത് 2 വരുന്ന ഒരു പ്രൊഡക്ഷൻ. സോ A ഗീവ്സ് BC. അപ്പോൾ A എന്താ, A റൂട്ട് നോഡ് Bയും C ആയിട്ട് ട്രീ ഡിവൈഡ് ചെയ്തു. B ഒരു ടെർമിനൽ B തന്നു, അതേക്കൂട്ട് തന്നെ C ഒരു ടെർമിനൽ A. അപ്പോൾ എക്സാക്ട്ലി 2 ലെങ്ത്ത് വരുന്നു. ആൻഡ് ഇൻ ദിസ് ഇറ്റ് ഇസ് K is greater than 1 and 2 sub trees ഉണ്ട്, ഒന്ന് Bയും Cയും, അതിൻ്റെ T1ഉം T2 ആണ് ആ Bയുടെയും Cയുടെയും സബ് ട്രീ. B and C are assumed as the roots of sub trees T1 and T2. ഇനി
ഇനി S1ഉം S2ഉം ആണ് ഇതിൻ്റെ T1ൻ്റെ ഈൽഡ്, S1ഉം T2ൻ്റെ ഈൽഡ് S2 ആണ്. അതായത് ഈൽഡ് എന്ന് വെച്ചാൽ എന്താ, ഔട്ട്പുട്ട്. അപ്പോൾ T1 സബ്സ്ട്രേറ്റ് ഔട്ട്പുട്ട് S1ഉം T2ൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് S2 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്ത് ആ T1ൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. T1 എന്ന് വെച്ചാൽ എന്താ, മോഡ് S1. സോ മോഡ് S1ൻ്റെ ലെങ്ത് എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2⁻k-2. അതായത് 2⁻k ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2⁻k-2 ആയിരിക്കും അതിൻ്റെ ഈൽഡ്. അതേക്കൂട്ട് തന്നെ S2ൻ്റെ ഈൽഡും 2⁻k-2 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഡെറിവേഷൻ ട്രീ S1 S2ൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 2⁻k-2 പ്ലസ് 2⁻k-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻k-1. ഒന്നും കൂടെ പറയാം, ആദ്യത്തെ 1 ആയിട്ട് ചൂസ് ചെയ്യുക. 1 ആയിട്ട് ചൂസ് ചെയ്താണെങ്കിൽ റൂട്ട് ഡയറക്റ്റ്ലി ഒരു ടെർമിനലിൽ തരുക, k 1 ആണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തത് k ഗ്രേറ്റർ ദാൻ 1. k ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ എന്താ, നമുക്ക് റൂട്ടിൽ നിന്ന് വേറൊരു ചൈൽഡുണ്ട്, ആ ചൈൽഡിന് വേറൊരു ചൈൽഡുണ്ട്. സോ അത് ഒരു ടെർമിനലിൽ തരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് A gives B C. അപ്പോൾ A റൂട്ട് 2 ചൈൽഡ് ബിയും സിയും, ബി എന്ന് പറയുന്നത് ബി തരും, സോ അതാണ് ടെർമിനൽ T1, ആൻഡ് സി എന്ന് പറയുന്നത് സി തരും, എ എന്ന് പറയും ദാറ്റ് ഇസ് ടെർമിനൽ T2. അതായത് 2 സബ്ട്രീ ഉണ്ട്. അപ്പോൾ ആ 2 സബ്ട്രീയുടെയും ലെങ്ത് എന്ന് പറയുന്നത് 2 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ആണെങ്കിൽ T1ൻ്റെ ഈൽഡ് S1ഉം T2ൻ്റെ ഈൽഡ് S2 ആയിട്ട് അസ്യൂം ചെയ്താൽ എനിക്ക് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്ത് S1ൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. S1ൻ്റെ ലെങ്ത് എപ്പോഴും 2⁻k-2 ആയിരിക്കും, S2ൻ്റെ ലെങ്ത് 2⁻k-2 ആയിരിക്കും. സോ ടോട്ടൽ ഈൽഡ് എന്തായിരിക്കും ഡെറിവേഷൻ ട്രീയുടെ, S1ഉം S2ഉം കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യുക. സോ 2⁻k-2 പ്ലസ് 2⁻k-2 വിച്ച് ഇസ് ഈക്വൽ ടു 2⁻k-1. ഇനി ഇതിൻ്റെ അകത്ത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ പമ്പിംഗ് ലെമയ്ക്കകത്ത് മെയിൻലി വരുന്നത്, നേരത്തെ റെഗുലർ ലാംഗ്വേജിൻ്റെ അകത്ത് 3 ആയിട്ടാണ് നമ്മളൊരു ലാംഗ്വേജ് സ്പ്ലിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ അകത്ത് വരുമ്പോൾ Z ഇസ് ഈക്വൽ ടു 5 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. U V W X Y, U V W X Y 5 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ആദ്യമേ ലാംഗ്വേജ് ഇവിടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിട്ട് അസ്യൂം ചെയ്യും. ആ കോണ്ടെക്സ്റ്റ് ഫ്രീയുടെ കോൺട്രഡിക്ഷൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് റെഗുലർ ആയിരിക്കത്തില്ല. രണ്ടാമത്തതെന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് Z ചൂസ് ചെയ്തു, അതിൻ്റെ ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഇനി പമ്പിംഗ് ലെമ യൂസ് ചെയ്തിട്ട് Z-നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 5 ആയിട്ട് എഴുതി, U V W X Y. ഇനി ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ വിയുടെയും എക്സിൻ്റെയും ലെങ്ത്ത് ഒരിക്കലും 0 ആകാൻ പാടില്ല. വിയുടെയും എക്സ്, മോഡ് വി എക്സ്, വി ആൻഡ് എക്സ് അത് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് 0 ആകാൻ പാടില്ല. മോഡ് വി എക്സ് നോട്ട് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് മോഡ് വി എക്സ് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ആണെന്നുണ്ടെങ്കിൽ എന്താ, I need to choose a suitable value for k such that u v raised to k w x raised to k y not element of L. ഇതെന്ന് പറയുന്നത് എൻ്റെ കോൺട്രഡിക്ഷൻ ആണ്. അതായത് കെയുടെ ഒരു വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റ് ദാറ്റ് ഈസ് എനിക്ക് ആ ലാംഗ്വേജിൻ്റെ എലമെൻ്റ് അല്ലാന്ന് കിട്ടും. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ ലാംഗ്വേജ് ഇസ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ. സോ ഇതാണ് പമ്പിംഗ് ലെമ ഫോർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആസ് വെൽ ആസ് റെഗുലർ ലാംഗ്വേജ്. സോ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് വരുമ്പോൾ 5 ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക, റെഗുലർ ലാംഗ്വേജ് വരുമ്പോൾ 3 ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ദാറ്റ് ഈസ് Z is equal to U V W for regular languages and Z is equal to U V W X Y for context free language. So pumping lemma use ചെയ്ത് Z is equal to U V raised to I W, and for regular language and for context free language Z is equal to U V raised to K W X raised to K Y ആയിരിക്കും.